Good morning. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Prayer ചെയ്യാം. അതായത് ചെയ്തോ? ഇല്ല, ചെയ്യാം. Start ചെയ്തോ? നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ശാന്തി അറിയണമേ. താങ്ക് യു. Quotes പറയാം. The purpose of life is not to be happy. It is to be useful, to be honorable, to be compassionate, to have it make some difference that you have lived and lived well. Life is 10% what happens to you and 90% how you react to it. The biggest adventure you can take is to live the life of your dreams. Abraham Lincoln. Good afternoon, signing. Don't be stressed over something in the past, because there is nothing you can do to change it. Focus on your present and create your future. Have a nice day. I welcome all to today's class. Good afternoon, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഇനി അറ്റാച്ച്മെന്റ് ആണ് മാം. ഇനി അറ്റാച്ച്മെന്റ് സൈക്കിൾ ബാരിയർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് മാം. ഓക്കെ, അറ്റാച്ച്മെന്റിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നോ ഞാൻ? പറഞ്ഞിരുന്നു. ഓക്കെ, മെയിൻ ആയിട്ട് ആരാണ് അറ്റാച്ച്മെന്റ് നമ്മൾ കുട്ടികളിൽ ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് മദർ. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ഒക്കെ അത് നോർമൽ ആണ് എല്ലാ കുട്ടികളിലും. നാച്ചുറൽ ലവും അഫെക്ഷനും കാര്യങ്ങളൊക്കെ വേണം. ഇത് കൂടാതെ നമ്മള് അമ്മമാര് കൂടുതൽ ഡിപ്പെൻഡന്റ് ആക്കി വളർത്തും കുട്ടീനെ. എപ്പോഴും ഓവർ ഡിപ്പെൻഡന്റ് ആക്കിയിട്ടായിരിക്കും കുട്ടികളെ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ വളർത്തുന്നത്. അതാണ് അറ്റാച്ച്മെന്റ്. നിങ്ങൾക്ക് ഫ്രെയിം തന്നോ? ഞാൻ ഫ്രെയിം ചെയ്യണം എന്ന് പറഞ്ഞോ? ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ലാലോ? ബട്ടറിങ് ഫ്രെയിം അങ്ങനെ ഫ്രെയിമിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അറ്റാച്ച്മെന്റിനെ കുറിച്ച് അതില് കുറച്ച് ആൾക്കാരൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ പറഞ്ഞോളൂ അല്ലെ. ഓക്കെ, നമ്മളിപ്പോ കുട്ടികള്, ചെറിയ കുട്ടികള് എല്ലാ കാര്യം ആര് ചെയ്തു കൊടുക്കും? അമ്മമാര് ചെയ്തു കൊടുക്കും. ഈ പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് പോലും ഇടാത്ത എന്താ പറയാ, ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അവർക്ക് പ്രോപ്പർ ആയിട്ട് എന്തിനാൻ അറിയില്ല, ബട്ടൺസ് ഒന്നും പ്രോപ്പർ ആയിട്ട് വിയർ ചെയ്യാൻ അറിയില്ല. അങ്ങനെ കുറെ പ്രോബ്ലംസ് എന്ത് വരുന്നുണ്ട്, കുട്ടികൾക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ട്? അമ്മമാരെ ഒരു ഏജ് അനുസരിച്ച് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും കുട്ടികളെ അസൈൻ ചെയ്ത് കൊടുക്കണം. ചെറുപ്പത്തിൽ നമ്മള് നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ ചെറിയ ഡ്യൂട്ടീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവരെ നമുക്ക് എന്ത് ചെയ്യാം, എന്താക്കി വളർത്താൻ പറ്റും? ഇൻഡിപെൻഡന്റ് ചൈൽഡ് ആയിട്ട് വളർത്താനായിട്ട്. അപ്പോ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ബാരിയർ കുറഞ്ഞ് കുറഞ്ഞ് അവര് ഇൻഡിപെൻഡന്റ് ചൈൽഡ് ആയിട്ട് മാറും. സോ അറ്റാച്ച്മെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. It does not refers to natural love and affection between the child and the parent. നമ്മൾ ആ നാച്ചുറൽ ലവും അഫെക്ഷനും കുറയ്ക്കണം എന്നുള്ള രീതിയല്ല ഉദ്ദേശിച്ചത്. വന്നിട്ടാ സോറി ചെറിയ മെസ്സേജ് പാസ് ചെയ്തതാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അറ്റാച്ച്മെന്റ് ആണ് പറഞ്ഞത്. ഈ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന അമ്മയും കുട്ടിയും തമ്മിൽ കാണുന്ന ആ ഒരു അഫെക്ഷനോ ലവോ അല്ല അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ അറ്റാച്ച്മെന്റ് എപ്പോഴാണ് പ്രോബ്ലം ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് അറ്റാച്ച് ആവുമ്പോൾ, എന്ത് കാര്യത്തിനും പാരന്റിന്റെ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ അമ്മയുടെ ഹെൽപ്പ് വേണം എന്ന് വരുമ്പോഴാണ് ഈ അറ്റാച്ച്മെന്റ് ഡേഞ്ചർ ആകുന്നത്. സോ അറ്റാച്ച്മെന്റ് ഒരു ടൈപ്പ് ഓഫ് എന്താണ് ബാരിയർ ആണ്, ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. കുട്ടികൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് ഏത് അറ്റാച്ച്മെന്റ് എന്നുള്ളത്. നമുക്ക് നോക്കാം. It does not refers to natural love and affection between a child and parent, but refers to a situation where the parents, normally the mother, ആരാണ് സാധാരണയായിട്ട് കുട്ടികളെ ഡിപെൻഡന്റ് ആക്കി വളർത്താത്തത് അമ്മമാരാണ്, make the child become dependent on them. ഏതൊരു കാര്യത്തിനും കുട്ടീനെ നമ്മളെ ഡിപെൻഡ് ചെയ്യിച്ച് ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ ശീലിപ്പിക്കുന്നതിലൂടെയാണ് ഈ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നത്. The children are very domestic because they cannot resist the strong influence of the adult. ഈ കുട്ടികൾ ഭയങ്കര അനുസരണമുള്ളവരായിരിക്കും. കാരണം എന്താണ്, ഈ കുട്ടീനെ ഓവറായിട്ട് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അഡൾട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The mother will not allow to be independent. ആ കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ആര് അലോ ചെയ്യില്ല, അമ്മമാര് അലോ ചെയ്യില്ല. And overshadow these children. ഇത് വലുതായി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം അവർക്ക് വരും. അവരുടെ പുറകിൽ ഒരു നിഴലായിട്ട് ആരുണ്ട്, അമ്മമാരുണ്ട്. എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന കുട്ടികളായിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും ആര് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികൾ. The parents substitute their personality for the children's individual personality. നമ്മൾ ഒരു കുട്ടിനെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് കുട്ടി സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഫീൽ ചെയ്യുന്നത്, കുട്ടിയുടെ എന്താണ് പാരന്റ്സ് സംസാരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ആ പ്രസന്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി നമുക്കത് കാണാൻ പറ്റില്ല, ആ പാരന്റിന്റെ പേഴ്സണാലിറ്റി ആയിരിക്കും നമുക്ക് കാണുന്നത്. ആ കുട്ടിക്ക് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണ്, എപ്പോഴും അമ്മ കൂടെ ഉണ്ട്, അമ്മ ഓവർഷാഡോ ചെയ്യുന്നുണ്ട്, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആര് തന്നെയാണ്, അമ്മ തന്നെയാണ്. അപ്പൊ അത് ഒരു പ്രോബ്ലം ആണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. The child call for attention. ഒരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടി പോലും അവനെപ്പോഴും അറ്റൻഷൻ വേണം എന്ന് നിർബന്ധം വരും. നമ്മൾ എന്ത് ചെയ്യണം, ഈ അറ്റൻഷൻ അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫ്രീഡം അവർക്ക് കൊടുക്കണം. ടീച്ചർ ഷുഡ് ഗ്രാൻഡ് ഫ്രീഡം ഫോർ ദീസ് ചിൽഡ്രൻസ്, ദീസ് കൈൻഡ്സ് ഓഫ് ചിൽഡ്രൻസ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഫുൾ ഫ്രീഡം കൊടുക്കണം. എന്നാലാണ് അവർക്ക് ഇൻഡിവിജ്വലി അവരുടെ ഓരോ കാര്യങ്ങളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, ഇന്ന മെറ്റീരിയൽ അവർക്ക് സ്വയമേ സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡവും കാര്യങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. They should not serve the children. Teachers should not serve the children. നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കാൻ പാടില്ല. നമ്മള് ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാ കാര്യവും അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല. Give the children all the freedom they require. നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കണം എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ട ഫ്രീഡവും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. Initially provide more practical life activity for this children. നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്, മെയിൻ ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ മോണ്ടിസോറിയിലുണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും മെറ്റീരിയൽസ് ഒക്കെ വരുന്ന ഒരു ഏരിയ എവിടെ ഉണ്ട്, മോണ്ടിസോറിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വീക്കോ കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എന്താണ്, നെക്സ്റ്റ് വീക്ക് അല്ല, അത് കഴിയുമ്പോഴുള്ള വീക്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമിൽ നമ്മൾ ഓരോ മെറ്റീരിയൽസും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയും ഇന്നത്തെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണോ എന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവരെന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അറ്റാച്ച്മെന്റ് പോകെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഫ്രെയിം കാണിച്ചു തന്നിട്ടുണ്ടോ? ഒറിജിനൽ ഫ്രെയിം എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ചെയ്തായിരുന്നല്ലോ മാം, അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇത് ഫ്രെയിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പ്രോപ്പർ ആയിട്ട് 5 വയസ്സായിട്ട് പോലും 5-6 വയസ്സായിട്ട് ഒരു കുട്ടിക്ക് പോലും പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഇടാൻ അറിയില്ല. ഈ കുട്ടികളെ ഫ്രെയിം റിപ്പീറ്റ്ലി യൂസ് ചെയ്യാന്ന് വിചാരിക്കും. എല്ലാപ്പോഴും റിപ്പീറ്റ്ലി എന്താണ് ഈ ഫ്രെയിം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഇടാനൊക്കെ പറ്റൂലേ? അതേപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്രെയിംസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവര് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുമ്പോഴും ചെയ്യുന്നത്. സോ കുട്ടികൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. അപ്പൊ അമ്മ പറയും ഞാൻ ഇട്ട് തരാന്ന് പറയുമ്പോൾ നോനോ അമ്മ ഞാൻ ചെയ്തോളാം, കാരണം എനിക്കറിയാം, ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ഈ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും അവർ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും അവരുടെ ലൈഫിൽ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും അവർ തന്നെ ചെയ്യും. അങ്ങനെ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറും. നമ്മൾ ക്ലാസ്സിൽ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അവർ ആ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആക്ടിവിറ്റീസും കാര്യങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? മനസ്സിലായോ? നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീക്കുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്താണ് ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ അറ്റാച്ച്മെന്റ് കൂടുതലുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ നല്ലതാണ് അല്ലെ? നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അത് എപ്പോഴാണ് പ്രശ്നമാകുന്നത്? ഓവർ അറ്റാച്ച്മെന്റ് ആവുമ്പോഴാണ് ആ പ്രോബ്ലം ആകുന്നത്. ഓവർ അറ്റാച്ച്മെന്റിനും കാരണം ആരാണ്? ഈ അമ്മമാരാണ് അല്ലെ? ഓവർ അറ്റാച്ച്മെന്റിനുള്ള കാരണം ഈ അമ്മമാരാണ് കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കി വളർത്താത്തത്. എപ്പോഴും നമ്മളെ ഡിപെൻഡ് ചെയ്യണം. എപ്പോഴും നമ്മളുടെ ഇൻഫ്ലുവൻസ് കുട്ടിയുടെ ക്യാരക്ടറിലാവട്ടെ, അവരുടെ ഡേ ടു ഡേ ടാസ്കിലാവട്ടെ, എല്ലാ കാര്യത്തിലും ആരുടെ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും? ഈ അമ്മയുടെ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. ഇത് എന്തിന് കാരണമാകുന്നു? ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഡീവിയേഷൻ വരാനായിട്ട് കാരണമാകുന്നു. നമുക്ക് മനസ്സിലായി നമ്മുടെ ക്ലാസ്സിലെ കുട്ടിക്ക് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് ഫുൾ ഫ്രീഡം ക്ലാസ് റൂമിൽ ആ കുട്ടിക്ക് ഫുൾ ഫ്രീഡം നമ്മൾ ഗ്രാന്റ് ചെയ്യണം. നമ്മൾ സെർവ് ചെയ്യാൻ പാടില്ല, ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. നമ്മൾ അവർക്ക് ഫ്രീഡം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനിഷ്യലി അതെല്ലാം പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ അവർക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ബാരിയർ ടൈം ടു ടൈം റിമൂവ് ആയി മാറും. അല്ലെങ്കിൽ എന്താ അത് പോകും. അവര് ഡിമാൻഡിങ് ആയിരിക്കും ഇതിലാവും. വെച്ചാല് എനിക്കിതിനെ ചെയ്തതാ, എനിക്ക് അറിയില്ല ചെയ്യാനായിട്ട്, ഇതെനിക്ക് ചെയ്തു തരോ എന്നൊക്കെ നമ്മളോട് ഡിമാൻഡ് ചെയ്യും. ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ നമ്മളോട് അങ്ങനെ ഡിമാൻഡ് ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളായിരിക്കും. ജസ്റ്റ് ബട്ടൺസ് ഇടാൻ പോലും അറിയില്ല, സിപ്പ് ഇടാൻ പോലും അറിയില്ല എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും അറ്റാച്ച്മെന്റ് ആണോ ഓവർ അറ്റാച്ച്മെന്റ് ആണോ എന്നുള്ളത്. ഓക്കെ. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന പോയിന്റ് വായിക്കാം കേട്ടോ. വായിച്ചു നോക്കിയോ നിങ്ങള്? അറ്റാച്ച്മെന്റ് ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് പൊസസീവ്നെസ്. ഭയങ്കര വാശിയുള്ള കുട്ടികൾ. എന്ത് വില കൊടുത്തും അവരുടെ വാശി അത് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ. ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കണം. അത് ഡീവിയേഷൻ ആണ്. അവർ വലുതായി കഴിഞ്ഞാലും അതേപോലെ തന്നെയായിരിക്കും പെരുമാറുന്നത്.
ഭയങ്കര ഡിമാൻഡിങ് നേച്ചർ ആയിരിക്കും, ഭയങ്കര വാശിയായിരിക്കും. ഏത് മാർഗം സ്വീകരിച്ചും അത് നേടിയെടുക്കണം, അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള കുട്ടികൾ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടെത്തി ആ ഒരു ഡീവിയേഷൻ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, അവരെ നോർമലൈസ്ഡ് ആക്കിയില്ലെങ്കിൽ ഭാവിയിൽ അവർ വലുതായി കഴിഞ്ഞാൽ ഇതേ ക്യാരക്ടർ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ചില ആൾക്കാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ചില എന്താ പറയാ എന്താണ് ഒരാള് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ ഏത് മുഖേനയും ആ ഒരു വ്യക്തിനെ നേടിയെടുക്കണം എന്നുള്ളൊരു നീചമായ ചിന്തയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു അത് നേടിയെടുക്കുന്നു. ആ നേടിയെടുക്കുന്നത് വരെ അതിന് വാല്യൂ ഉള്ളൂ. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് വേണ്ട. ഇപ്പോ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ടോയ്സോ ഒബ്ജക്ട്സോ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഡിമാൻഡ് ചെയ്ത് വാങ്ങണം അല്ലെങ്കിൽ അത് വേണം എന്ന് വാശി പിടിക്കുന്നത്. പിന്നീട് അവർക്ക് അത് വേണ്ട, കാരണം അത് വാങ്ങിച്ചെടുക്കുന്നത് വരെ മാത്രം അവർക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു മെറ്റീരിയലിനോട് ഇന്റൻസ് ആയിട്ടുള്ള ലവോ ഇഷ്ടമോ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള കുട്ടികളാവാൻ കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയറും ലവും കറക്റ്റ് ടൈമിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പൊസസീവ് ആയിട്ട് മാറുന്നത്, ഭയങ്കര അഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ പൊസസീവ് ആയിട്ട് മാറുന്നത്. അപ്പൊ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ കുട്ടിയുണ്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടീനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അതായത് ചെറിയൊരു തലോടൽ മതി, അല്ലെങ്കിൽ സ്നേഹത്തോടൊന്ന് സംസാരിച്ചാൽ മതി, ഒന്ന് ചിരിച്ചാൽ മതി. ചില കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ ആദ്യം ചിരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യില്ല, നമ്മൾ അവനോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം, നല്ലൊരു തലോടൽ കൊടുക്കാം. ഇതെല്ലാത്തിലൂടെയും നമുക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റും, നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ അവനെ എന്ത് ചെയ്യണം, സ്നേഹത്തോടെ പെരുമാറണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെറ്റീരിയൽസ് അവന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ മോണ്ടിസോറിയിൽ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവര് നോർമലി അവന് കോൺസെൻട്രേഷനും ഐ ഹാൻഡ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും. അതിലൂടെ സെൽഫ് കോൺഫിഡൻസ്, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് അവന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ടൈം ടു ടൈം ഈ ഒരു ഡീവിയേഷൻ അതെന്തായിട്ട് മാറും, ഡിസപ്പിയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ പൊസസീവ്നെസ് എന്ന് പറയുന്നത് മിക്ക കുട്ടികളും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. എന്ത് പൊസസീവ്നെസ്, അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് എന്തുകൊണ്ടാണ് അവർ പൊസസീവ്നെസ് വരാനുള്ള കാരണം, സ്നേഹം കിട്ടാത്തത് കൊണ്ടാണോ കെയർ കിട്ടാത്തതുകൊണ്ടാണോ എന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ടൈം ടു ടൈം നമുക്ക് ഈ ഒരു പൊസസീവ്നെസ് എന്ന് പറയുന്ന ഡീവിയേഷൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം കേട്ടോ. ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും സൈക്കോ ചൈൽഡ് എന്നൊക്കെ പറയില്ലേ. പൊസസീവ് ആയിട്ടുള്ള കുട്ടികളാണ് ഭയങ്കര വലുതായി കഴിയുമ്പോൾ ഈ അഗ്രസീവ് നേച്ചറിലേക്കൊക്കെ മാറുന്നത്. ഭയങ്കര ഏത് മുഖേനയും നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അതേപോലെ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടാൻ പാടില്ല. നമ്മൾ ആസിഡ് അറ്റാക്ക് ഒക്കെ കേട്ടിട്ടില്ലേ, ഒരാള് ഇഷ്ടമെന്ന് പറഞ്ഞു ആ കുട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ആസിഡ് അറ്റാക്ക് ചെയ്തു, ആസിഡ് മുഖത്തൊഴിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ പൊസസീവ് ആയിട്ടുള്ള കുട്ടികൾ വലുതാവുമ്പോൾ ആകെ മാറുന്ന എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് വളർത്തുന്ന കുട്ടികള് പൊസസീവ് അല്ലാതെ നല്ല നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി വേണം നമ്മൾ ഓരോ കുട്ടീനെയും വളർത്തിയെടുക്കാനായിട്ട്. നമ്മൾ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ചെറുപ്പത്തിൽ കാണിക്കുന്ന ഈ വാശിയും കാര്യങ്ങളും നമ്മള് ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പിന്നീട് ഇങ്ങനെയായിട്ട് മാറും. അപ്പൊ നമുക്ക് നോക്കാം പൊസസീവ്നെസ്. A strong child is very demanding. A strong child ആണെങ്കിൽ അവൻ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. The child demands all the objects, toys, but when he gets them, he discards them. ഒബ്ജക്ട്സ് വേണം, ടോയ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും ഈ കുട്ടികള്. ഇത് കിട്ടിക്കഴിയുമ്പോൾ അവരത് എന്ത് ചെയ്യും, അത് അവർ ഉപേക്ഷിക്കും. This is one of the lack of stimuli or love. അവർക്ക് ആ ലാക്ക് ഓഫ് സ്റ്റിമുലേ കാരണം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടക്കുറവ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. When the child becomes an adult, he is probably materialistic. ഇപ്പൊ ഒരു ചൈൽഡ് അഡൾട്ട് ആയി മാറുമ്പോൾ വലുതായി കഴിയുമ്പോൾ ഇതേ ക്യാരക്ടർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തന്നെ മാറും. ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള വാശിയുള്ള ഒരു കുട്ടിയായിട്ട് മാറും. The teacher must be loving and caring. ഇങ്ങനെയുള്ളൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനോട് നല്ല ഇഷ്ടത്തോടു കൂടി കെയറോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവനെ ട്രീറ്റ് ചെയ്യണം. സ്നേഹത്തോടു കൂടി ചെറിയ തലോടലൊക്കെ കൊടുക്കും അവൻ നമ്മൾ ട്രീറ്റ് ചെയ്യാം.
She must be provide warmth and dedicate her love to all children. അതേപോലെ എല്ലാ കുട്ടികളെയും നമ്മുടെ സ്നേഹത്തോടു കൂടി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. The teacher direct the child energy. ഈ പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല നമ്മൾ കണ്ടിട്ടില്ല, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ ആ കുട്ടികളൊക്കെ എനർജറ്റിക് ആയിരിക്കും. സോ നമ്മുടെ ഈ കുട്ടിയുടെ എനർജിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മെറ്റീരിയൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നുവെച്ചാൽ അവനെ കൊണ്ട് റിപ്പീറ്റ്ലി വർക്ക് ചെയ്യിക്കണം. റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നതിലൂടെ അവന് പിന്നെ എന്താ പറയാ പറ്റും, ചെറിയൊരു അഗ്രസീവ്നെസ്സോ പൊസസീവ്നെസ്സോ കാണിക്കാനായിട്ട് പറ്റാത്ത പോലെയാവും. കാരണം അവന് ടൈമില്ല, മെറ്റീരിയൽസ് ചെയ്യണം, വർക്ക് ചെയ്യണം, റിപ്പീറ്റ്ലി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഒരു എനർജി നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? വർക്ക് ചെയ്യുന്നതിലേക്ക് കൺവേർട്ട് ആക്കണം. The teacher must direct the child's energy towards the material in the classroom. നമ്മുടെ ടീച്ചറാണ് കുട്ടീനെ ഡയറക്ട് ചെയ്യേണ്ടത്. ആ കുട്ടിയുടെ എന്താണ് എനർജി എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? അവരുടെ മെറ്റീരിയൽസിലേക്ക് കൺവേർട്ട് ചെയ്യിക്കണം. When the child start working with the materials, ഈ കുട്ടി മെറ്റീരിയൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ, വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ his concentration enhance. അതുവഴി കുട്ടിയുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. Gradually this build the child's self confidence. കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുന്നു, ഹൈ ആൻഡ് കോർഡിനേഷൻ വരുന്നു, അവന് പ്രോപ്പർ ആയിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇൻ ദ ടൈം, സമയം കഴിയുന്നതിനനുസരിച്ച് ദിസ് ഡീവിയേഷൻ വിൽ ബി ഡിസപ്പിയർ. ഈ ഒരു ഡീവിയേഷൻ ആ കുട്ടിയുടെ ലൈഫിൽ നിന്ന് ഡിസപ്പിയർ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ പ്രോഗ്രസീവ് ആണ്, ചൈൽഡ് വാശിക്കാരനാണ്, കുറുമ്പാണ്, പാരന്റ്സും ടീച്ചേഴ്സും അതിന് സപ്പോർട്ട് അല്ല ചെയ്യേണ്ടത്, അത് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവൻ വാശി ആയിട്ട് മാറുന്നത്, ഭയങ്കര പോസസീവ് ആകുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ എന്റെ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു. ആ ഒരു കുട്ടിയുടെ കേസ്, അവൻ ഭയങ്കര പൊസസീവ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഡീവിയേഷൻ സംഭവിച്ച സമയത്ത് അവന് ഭയങ്കര പൊസസീവ്നെസ്സും കാര്യങ്ങളും, അവൻ വേറെ ആൾക്കും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല, അങ്ങനെയുള്ള പൊസസീവ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ ആ കെയറും ലവും നഷ്ടപ്പെട്ടപ്പോ അവൻ അതെങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ അവൻ പഠിക്കുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി, ആ പോർഷൻ അവൻ മൊത്തമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മളോട് പറയും. അത്രയും നല്ലൊരു പഠിക്കുന്ന കുട്ടിയാണ്. ഒന്ന് ആ ഒരു ഡീവിയേഷൻ വന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ ഡീവിയേഷൻ വന്നതോടുകൂടി അവൻ എന്ത് ചെയ്ത് തുടങ്ങി? പഠിക്കാതെ തുടങ്ങി. ഞങ്ങൾ പറയും, ടീച്ചേഴ്സ് പറയുന്നത് ഒന്നും കേൾക്കാതെ തുടങ്ങി. ഒരുപാട് പ്രശ്നം അവൻ ആ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ പോസിറ്റീവ്നെസ് ഉള്ള കുട്ടികളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? നല്ല സ്നേഹത്തോടു കൂടി കെയറോട് കൂടി അവരെ ട്രീറ്റ് ചെയ്യണം. കുട്ടിയുടെ എനർജി, ആ ചൈൽഡിന്റെ ആ ഒരു എക്സ്ട്രീം എനർജി കാര്യങ്ങൾ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ആക്കണം? മെറ്റീരിയൽസിലേക്കും കൺവേർട്ട് ചെയ്യണം. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ കോൺസെൻട്രേഷൻ, പേഷ്യൻസ്, സെൽഫ് കോൺഫിഡൻസ്, ഒത്തിരി സെൽഫ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് ഒക്കെ ഡെവലപ്പ് ആകും. ടൈം കഴിയുന്നതിനനുസരിച്ച് ഈ ഡീവിയേഷൻ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ ലൈഫിൽ ഡിസപ്പിയർ ആകും, നല്ല നോർമൽ ചൈൽഡ് ആയിട്ട് മാറും അല്ലെ? ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാല് കുട്ടികൾ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യണം അല്ലെ? അഡൾട്ട് ആണ് ആ കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ? ഭയങ്കര പവർഫുൾ, നമ്മളെ പോലെ ആവണം എന്നാണ് കുട്ടിയുടെ ആഗ്രഹം. നിങ്ങളെ മക്കളോട് ചോദിച്ചു നോക്കുന്നോണ്ടാണ്, മോനെ ആരെ പോലെയാണ് ആവണ്ടേ? ചിലപ്പോ അമ്മ അല്ലെങ്കിൽ അച്ഛനെ പോലെ ആവണം എന്ന് പറയും. അത് അവരുടെ ഒരു ക്യാരക്ടറാണ്. അവർക്ക് നമ്മളെ പോലെ ആവണം എന്ന് അവർ ചെറുപ്പത്തിൽ 3-4 വയസ്സുള്ള കുട്ടീനോട് ചോദിക്കണം. കുറച്ചുകൂടി വലിയ കുട്ടീനോട് ചോദിച്ചാൽ അവർ പറയും അവർക്ക് സൂപ്പർ ഹീറോനെ പോലെ ആവണം എന്നല്ല. നമ്മളുടെ കുട്ടീനോട് ചോദിക്കണം കേട്ടോ. ഒരു 3-4 വയസ്സൊക്കെ ഉള്ള കുട്ടിനോട് ചോദിക്കുകയാണെങ്കിൽ അമ്മനെ പോലെ ആവണം, അല്ലെങ്കിൽ അച്ഛനെ പോലെ ആവണം, ടീച്ചറിനെ പോലെ ആവണം എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. ചൈൽഡ് എന്ന് വെച്ചാല് കുട്ടിക്ക് ഈ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും? കുട്ടികളെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. അച്ഛനും അമ്മയും ഭയങ്കര, അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര സ്റ്റബേൺ ആണ് എന്ന് വെച്ചാല് ശാക്തിക്കാരനാണ്, ദേഷ്യക്കാരനാണെങ്കിൽ കുട്ടിയും അതേപോലെ ആയിരിക്കും വളരുന്നത്. കാരണം അവൻ എന്താണോ കണ്ടു വലുതാകുന്നത് അത് തന്നെയായിരിക്കും അവൻ അവന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അവൻ നല്ല സ്നേഹവും കെയറും കാര്യങ്ങളൊക്കെ കണ്ടു വളരുന്നെങ്കിൽ അതേപോലെ ആയി മാറും. ഭയങ്കര വാശിയും അഗ്രസീവ്നെസ്സും അൺറീസണബിളി പെട്ടെന്ന് ചൂടാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുട്ടിയും എന്തായിട്ട് മാറും? ഇതേപോലുള്ള ഒരു ക്യാരക്ടർ ഉള്ള ആളായിട്ട് മാറും. സോ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് അതേ രീതിയിലായിരിക്കും അവരുടെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അപ്പോ ചൈൽഡ് ഇമിറ്റേറ്റ് ദ അഡൾട്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമ്മൾ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് കുട്ടികൾ തന്നെയാണ്.
The adult is a very authoritative person in the child life. ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ആര് അഡൾട്ട് എന്ന് പറയുന്നത്. The child wants to be powerful too. അതേപോലെ ആകാനാണ് കുട്ടികൾക്കും ആഗ്രഹം. This child will be involved a strong personality and would most probably be copying the personality of the adult. ഈ കുട്ടിയുടെ സ്ട്രോങ് പേഴ്സണാലിറ്റിക്ക് പുറകില് അവന്റെ പാരന്റ്സിന്റെ ആ ഒരു പേഴ്സണാലിറ്റി അവൻ കോപ്പി ചെയ്യുന്നതിലൂടെയാണ് അവൻ അങ്ങനെയായിട്ട് മാറുന്നത്. ആൻഡ് മൈറ്റ് ബി സ്റ്റബേൺ, അഗ്രസീവ്, അൺറീസണബിൾ ഓർ പോസിബിളി റൂഡ്. ചില സമയത്ത് സ്റ്റബേൺ ആയിരിക്കും. പാരന്റ്സ് എങ്ങനെയാണ്? ഭയങ്കര സ്റ്റബേൺ ആണ്, ഭയങ്കരമായിട്ട് ദേഷ്യക്കാരാണ്, ശാഠ്യക്കാരാണെങ്കിൽ കുട്ടികളും അതേപോലെ ആയിരിക്കും. അഗ്രസീവ് ആണെന്ന് വെച്ചാൽ ആക്രമണം ചെയ്യുന്ന രീതിയിലുള്ളത്, ഉപദ്രവിക്കുന്ന, അൺറീസണബിളി നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതേപോലെ ആയിരിക്കും ഈ കുട്ടിയും മറ്റുള്ളവരോട് പെരുമാറുന്നത്. നമ്മൾ കുട്ടികളോട് അവനെങ്ങനെ പെരുമാറുന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോസിബിളി റൂഡ്, ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ അവന് എന്താണോ അവന്റെ ഫാമിലിയിൽ അവനെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, നമ്മളോട് ട്രീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. കുട്ടീനെ പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കുട്ടി കടന്നു വരുന്ന സാഹചര്യമായ എൻവയോൺമെന്റ് ആണ് അവനെ ഡീവിയേറ്റ് ആക്കുന്നത്. പെട്ടെന്ന് നമ്മൾ അവനോട് ദേഷ്യപ്പെടാനായിട്ട് പാടില്ല. ദ വീക്ക് ചൈൽഡ്, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞത് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അഡൽറ്റിനെ പോലെ ആവണം. അഡൽറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ആര് ട്രൈ ചെയ്യുന്നു? കുട്ടികൾ ട്രൈ ചെയ്യുന്നതാണ് പറഞ്ഞത്. അതെ, കുട്ടികൾ അഡൽറ്റിനെ പോലെ ആവാനായിട്ട് ശ്രമിക്കുന്നു. ഇനി വീക്ക് ചിൽഡ്രനെ കുറിച്ച് പറയാം. ഈ വീക്ക് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മള് നമ്മൾ ഫീൽ ഗേറ്റ് ചെയ്യാൻ മാനിപ്പുലേറ്റ് അഡൽറ്റിനെ ഗേറ്റ് ചെയ്ത് ഫീൽ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവ് ആർക്കുണ്ടാവും? ഈ കുട്ടികൾക്ക് ഉണ്ടാവും. എന്നുവെച്ചാല് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അവൻ പറയാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ചൈൽഡ് ലേബറിൽ പെടും, ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, എനിക്കോട് ചെയ്യിക്കില്ല, ഞാൻ കുഞ്ഞല്ലേ, ഞാൻ ചെറുതല്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെന്താണ്? വീക്ക് ചിൽഡ്രന്റെ ക്യാരക്ടറാണ് കേട്ടോ. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, മടിയാണ്. പക്ഷെ എന്താ മടിയാണ്, പക്ഷെ അത് അവൻ പറയുന്ന രീതി വ്യത്യാസമാണ്. എന്നോട് ചെയ്യിക്കില്ലേ, ഞാൻ കുഞ്ഞല്ലേ, ഞാൻ ചെയ്യാറൊന്നായിട്ടില്ലല്ലോ. നമുക്കറിയാം അവനത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അവനത് ചെയ്യില്ലെങ്കിൽ എന്താണ്? വീക്ക് ചിൽഡ്രന്റെ ക്യാരക്ടറാണ്. The weak children would make the adult feel guilty and manipulate the adult within the setting, saying the words, "I am only little. Do not make me to do it." ചെറുതല്ലേ, എന്നെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കല്ലേ എന്നൊക്കെ പറയും. അപ്പൊ അവർക്ക് എന്താണ്? അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ആ ഒരു ഞാൻ ചെറുതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാനിപ്പുലേറ്റ് ചെയ്യിക്കുകയാണ്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ എന്നൊക്കെ പറയും. അപ്പൊ അത് വീക്ക് ചിൽഡ്രന്റെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കോ പൊസസീവ്നെസ്.
ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമ്മള് ഈ കോംപ്ലക്സ് ശരിക്കും നമ്മൾ കുട്ടിയുടെ ഇമോഷൻസിനെ, ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കുട്ടീനെ മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും അല്ലെ? നിന്റെ ഫ്രണ്ട് ഇത്രയും മാർക്ക് വാങ്ങിച്ചു, നീ എന്താ ഇത്രയും മാർക്ക് കുറവ് വാങ്ങിച്ചു. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കമ്പാരിസൺ. അവനത് ചെയ്തു, അവനിത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ കുട്ടീനെ എന്ത് ചെയ്യാൻ പാടില്ല? കമ്പയർ ചെയ്യാനേ പാടില്ല. ഓക്കെ, ശരിക്കും ഒരു കാരണവശാലും കമ്പയർ ചെയ്ത്, കാരണം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് എന്താ പറയാ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ചില നമ്മളെല്ലാം വേണ്ടത്, നമ്മളെ പോലുള്ള കുട്ടീനെ എല്ലാ അമ്മയ്ക്കും അച്ഛനും വേണ്ടത്, അവനെ പോലുള്ള കുട്ടീനെ വേണ്ട, എന്നെ ഇഷ്ടമല്ല, അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് നമ്മളോടൊരു അകൽച്ചയും കാര്യങ്ങളൊക്കെ വരും. സോ ടു റെസ്പെക്ട് ദ ഫീലിങ്സ് ഓഫ് ദി ചിൽഡ്രൻ, പാരന്റ്സ് എന്ത് ചെയ്യണം? കുട്ടിയുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യണം ഫസ്റ്റ്ലി. പിന്നെ അതേപോലെ തന്നെ ഡു നോട്ട് കമ്പയർ ദം, നമ്മള് കമ്പയർ ചെയ്യാൻ പാടില്ല. ആരെ വെച്ചിട്ടും എന്തിനെ വെച്ചിട്ടും നമ്മുടെ മക്കളെ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഒരുപാട് റൂൾസും കാര്യങ്ങളൊന്നും ഫെസിലിറ്റേറ്റ് ചെയ്യണ്ട. ഓക്കെ, നമ്മൾ നോക്കാം കേട്ടോ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് പറയുന്നത്. ചിൽഡ്രൻസ് ആർ വെരി സെൻസിറ്റീവ്. ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. When the adult considered the child with contentment, children may feel like a failure. കുട്ടി ഇങ്ങനെ ഒരു കമ്പാരിസൺ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താണ്, അവൻ ഫെയിൽ ആയ പോലെയാണ് തോന്നുന്നത്. നിനക്കൊണ്ടൊന്നും പറ്റില്ല, നിനക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഒരു കഴിവില്ല എന്ന് തന്നെ പാരന്റ്സ് പറയുകയാണെങ്കിൽ അവനവിടെ ഫെയിലിയർ ആയി അല്ലെ? അവന് പാരന്റ്സ് പോലും അവനെ വിശ്വസിക്കുന്നില്ല. അവനെ വിശ്വസിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ പാരന്റ്സ് മാത്രമേ ഉള്ളൂ. സോ അവന് നമ്മൾ വിശ്വസിക്കണം. അവൻ പറയുന്ന കാര്യങ്ങളോ ഒക്കെ നമ്മൾ അവനെ വിശ്വസിക്കുകയാണെങ്കിൽ അവന് എന്താണ് സെൽഫ് എക്സ്റ്റീമും കോൺഫിഡൻസ് ഒക്കെ കൂടും. അല്ലാത്ത പക്ഷം അവന്റെ സെൽഫ് എക്സ്റ്റീമും കോൺഫിഡൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇൻ ദ ചിൽഡ്രൻ, ഇപ്പോ ഈ കമ്പയർ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ എന്താണ്, ഈ കുട്ടികളിൽ ഇൻ ദിസ് ചിൽഡ്രൻ എൻവോൾവ് ലോ എക്സ്റ്റീം ആൻഡ് പുവർ സെൽഫ് കോൺഫിഡൻസ്. അവർക്ക് എക്സ്റ്റീം കുറവായിരിക്കും, അതേപോലെ സെൽഫ് കോൺഫിഡൻസ്, ഒരു കാര്യം അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് പോലും അവരുണ്ടാവില്ല. ഹെൽപ്പ് ബൈ ദ വേ ദ അഡൾട്ട് ട്രീറ്റ് ദം, എങ്ങനെയാണ് അവരെ അഡൾട്ട് ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതി അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ അത് ചെയ്യണ്ട, വെറുതെ പൈസ കളയാനാണ് എന്നൊക്കെ അവനോട് മുഖത്ത് നോക്കി പറയുമ്പോൾ അവനത് ഫീൽ ആവും. ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ ഫിനാൻസ് ഇല്ലാണ്ടാണെങ്കിൽ പോലും നമ്മുടെ കുട്ടീനോട് പറയാം, അച്ഛൻ്റെ പൈസ ഇല്ലാടാ, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചു തരാത്തത് എന്ന് പറയാം. അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണത് അവരോട് പറയുകയാണെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ അവൻ ചെയ്യാൻ പറ്റില്ല, അവനതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോകും. The teacher must plan for the developmentary activity for the children. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഡെവലപ്മെന്ററി ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ആര് പ്ലാൻ ചെയ്യണം? ടീച്ചേഴ്സ് പ്ലാൻ ചെയ്യണം. ഇപ്പൊ ഒരു കുട്ടി, എന്റെ ക്ലാസ്സിലൊരു കുട്ടി ഫെയിൽ ആയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സപ്പോസ് എന്റെ ഒരു ചൈൽഡ് ഫെയിൽ ആയെന്ന് വിചാരിക്കും. അപ്പൊ ഫെയിൽ ആയല്ലോ, 50 എക്സാം, അവന് 9 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കും. സോ ഞാൻ എന്ത് ചെയ്യും? അവനോട് പറയും, വഴക്കൊന്നും പറയില്ല കേട്ടോ. പെട്ടെന്ന് വന്നിട്ട് നീ അങ്ങനെ ഇത്രയും മാർക്ക് കുറവ് വാങ്ങിച്ചത് എല്ലാവരുടെ മുമ്പിൽ നാണം കിടത്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കൊന്നും പറയില്ല. പക്ഷെ ഞാൻ എന്ത് പറയും, അടുത്ത പ്രാവശ്യം നീ ഒരു 50 മാർക്ക് വാങ്ങിക്കണം കേട്ടോ. 9 നിന്നുള്ള 50 എന്ന് പറയുന്നത് അധികം വലിയ സ്റ്റാൻഡേർഡ് അല്ല ഫിക്സ് ചെയ്തിരിക്കുന്നത്, ചെറിയ സ്റ്റാൻഡേർഡാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും? എഫേർട്സ് ഒക്കെ എടുത്തിട്ട് അവൻ എന്ത് ചെയ്യും? 50 മാർക്ക് വാങ്ങിച്ചു. ദെൻ ഞാൻ പറയും, അടുത്ത പ്രാവശ്യം 50 മാർക്ക് വാങ്ങിച്ചല്ലോ, അപ്പൊ ഞാൻ അവനോട് പറയും 20 മാർക്ക് വാങ്ങിക്കണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. 20 മാർക്ക് വാങ്ങിച്ചാൽ മതിയിട്ടാണ് പറയും. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവന്റെ എഫേർട്സ് ഫുള്ള് എടുത്ത് അവനെ 20 മാർക്ക് വാങ്ങിക്കും. പിന്നെ നമ്മൾ അവനോട് നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ 25 മാർക്ക് വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ അവനെന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. എന്നുവെച്ചാൽ പെട്ടെന്ന് അറ്റൈനബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്. ടു ഹൈ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒന്നും ഫിക്സ് ചെയ്യരുത് കുട്ടികൾക്ക്, കാരണം അത് അവർക്ക് അറ്റൈനബിൾ ആവണമെന്നില്ല. നോക്കാം. The teacher must plan for developmentary activities for the children. Developmentary related ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടികൾക്ക് ടീച്ചറാണ് കൊടുക്കേണ്ടത്. The aim of each activity must be attainable. ഓരോ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യാൻ. സ്റ്റാൻഡേർഡ് ഷുഡ് നോട്ട് ബി സെറ്റ് ടു ഹൈ. നമ്മൾ ഭയങ്കര ഹൈ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ടീച്ചർ ഷുഡ് റെസ്പെക്ട് ദ വർക്ക് ഓഫ് ദ ചിൽഡ്രൻ.
നമ്മൾ ഓരോ കുട്ടിയും ചെയ്യുന്ന വർക്ക് കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യണം. അവനിപ്പോ എങ്ങനെ ചെയ്തു എന്നല്ല, അവൻ ചെയ്ത വർക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അയ്യോ നീ ചെയ്തത് മോശമായി, അവനെ കണ്ട് പഠിക്കും എന്നൊരു കാരണവശാലും ആര് പറയാൻ പാടില്ല? ടീച്ചേഴ്സ് പറയാനായിട്ട് പാടില്ല. ഇഫ് ദ ചൈൽഡ് ഗെറ്റ് ഇറ്റ് റോങ്, ഷോ ഹിം ഹൗ ഹി ക്യാൻ അക്കംപ്ലിഷ് ഇറ്റ്. ഇപ്പൊ അവൻ ചെയ്ത രീതി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആര് പറഞ്ഞു കൊടുക്കണം? നമ്മൾ അവന് പറഞ്ഞു കൊടുക്കണം. ഇൻഫീരിയാരിറ്റി കോംപ്ലക്സിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ഓരോ കുഞ്ഞു കുട്ടികളും ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവര് അവരെങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നതനുസരിച്ച് അവരുടെ ക്യാരക്ടർ മാറും. അവരിപ്പോ കുട്ടികളുടെ മുഖത്ത് നോക്കി പറയാം, നിനക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിനക്കൊരു കഴിവില്ല, അതാണ് ഇതാന്നൊക്കെ പറയുമ്പോൾ കുട്ടിയുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും കുറയും. അതേപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടിയാണ്, ഒന്നും ചെയ്യാൻ മടി കാര്യങ്ങളാണ്, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് ഡെവലപ്മെന്ററി ആപ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാം. ആ സ്റ്റാൻഡേർഡ്സ് ഒരുപാട് ഹൈ ആവാൻ പാടില്ല, അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റണം. ഇനി ഓരോ കുട്ടിയും നമ്മുടെ ക്ലാസ്സിൽ ഏതൊരു കുട്ടിയുടെ വർക്ക് ചെയ്താലും അത് നമ്മുടെ റെസ്പെക്ട് ചെയ്യാൻ, നന്നായിട്ടുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറയണം. ഈ കുട്ടി റോങ് ആയിട്ട് ചൈൽഡ് ഇസ് റോങ്, ആ കുട്ടി ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയണം. ഓക്കെ, ഇപ്പോ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാണ്, ഞാൻ നിങ്ങളോട് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്യാൻ പറഞ്ഞു. ആൽഫബറ്റ്സ് ചെയ്യാൻ പറഞ്ഞപ്പോ ഈ ബാച്ചിൽ തന്നെയാണോന്ന് അറിയില്ല, ഒരു കുട്ടി എന്താണ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിന്റെ ചാർട്ടാണ് ചെയ്തത്. ചാർട്ടിൽ എന്ത് ചെയ്തു? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് പേസ്റ്റ് ചെയ്തു, കാർഡായിട്ട് ചെയ്തില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മള് ഒരു കുട്ടി ചെയ്ത എഫേർട്ട്, അത് കട്ട് ചെയ്ത് അത് കഷ്ടപ്പെട്ട് അത് പേസ്റ്റ് ചെയ്ത് ചാർട്ടിൽ ചെയ്തു, ആ ഒരു എഫേർട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? അത്രയും അവൻ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഞാനാണ് ചെയ്തത് മാഡം. സോറിടാ, ഇനി ക്ലാസ് ആണെന്ന് വിചാരിച്ചില്ല, മറന്നുപോയി. വേറെ ക്ലാസ് എന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. അത് കുഴപ്പമില്ല. അത് വെച്ചാൽ മുൻ ചെയ്ത എഫേർട്ടും കാര്യങ്ങളും നമ്മളത് റെസ്പെക്ട് ചെയ്യണം. കാരണം നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചെയ്യുന്ന വർക്കും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ആ ഒരു കണ്ടന്റ് ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഇനിയിപ്പോ കുട്ടികൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അറ്റൈൻ ചെയ്യണം, അക്കംപ്ലിഷ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ടീച്ചേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലത്തെ കാര്യം ആലോചിക്കുക, അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാക്കണം എന്ന് ആര് പറഞ്ഞു കൊടുക്കണം? നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ്. ഓക്കെ, അടുത്തൊരു ഡീവിയേഷൻ ആണ് ഫിയർ. ആർക്കൊക്കെ ഇവിടെ പേടിയുള്ളത്? അല്ല, പേടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളോട് ആയിക്കോട്ടെ പേടി. ആർക്കൊക്കെ ഉണ്ട്? പല പല കാര്യങ്ങളിൽ പേടിയുണ്ട് മാം. ഓക്കെ, എനിക്ക് പേടി ഹൈറ്റ് പേടിയാണ്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, ഈ ഹൈറ്റ് ഭയങ്കര പേടിയാണ്. മാം എനിക്ക് പേടി പാമ്പിനെയാണ് മാം. പാമ്പ്? എനിക്കും പാമ്പിനെയാ പേടി. മിസ്സേ പാമ്പ് ഇടിമിന്നലൊക്കെ പേടിയാണ് മാം. ഓക്കെ, ഈ ഹൈറ്റ് ഭയങ്കര പേടി. സ്റ്റെയർ കയറാൻ ഭയങ്കര പേടിയായിരുന്നു ചെറുപ്പത്തില്. അത് ഞാൻ ചെറുപ്പത്തില് മാമിന് പാമ്പിനെ പേടിയില്ലേ? ഇല്ല, ഞങ്ങൾ സ്ഥിരം കാണുന്നതായതുകൊണ്ട് പേടി കുറഞ്ഞു. അത് എന്റെ വീടില്ലേ
സ്വന്തം വീട് വെച്ചാല് ഭയങ്കര ഒരുപാട് പറമ്പാ, വീടിന് ചുറ്റും കാടാണ്. അങ്ങനെ പറയാം, വീടിന് ചുറ്റും മരങ്ങളും പറമ്പുകളാണ്, വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നടുക്കായിരുന്നു എന്റെ വീട്, ഈ കാടിന്റെ നടുക്ക് അല്ലെങ്കിൽ പറമ്പിന്റെ നടുക്കാണ് വീട്. അപ്പൊ ഒത്തിരി പറമ്പുകൾ വെറുതെ ഇങ്ങനെ ആണല്ലോ, ഒരാളും താമസമില്ല, നടത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പാമ്പ് അവിടെ ഉണ്ട്. അപ്പൊ ഡെയിലി ഞങ്ങൾ ജീവനെ കാണാറുണ്ട്. ആ പേടി കുറവാണ്. മാം എനിക്കൊക്കെ പാമ്പിനെ കാണുന്നതിന് മുമ്പേ ഇവിടെ എവിടെയെങ്കിലും പാമ്പുണ്ടാവും എന്നൊരു ഫീല് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവിടെ പാമ്പിനെ കാണാറുണ്ട്. അതുകൊണ്ട് നല്ല പേടിയാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണല്ലോ പാമ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എക്സ്പെക്ടേഷനോട് കൂടി അങ്ങനെ മൂവ് ഓൺ ആയതുകൊണ്ട് പേടി കുറവാണ്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും എന്താ പറയാ, എനിക്ക് എല്ലാ ദിവസവും കാണാറുണ്ട്. ഞങ്ങൾക്ക് ലാസ്റ്റ് സൺഡേ ആയിരുന്നു വീട്ടിൽ പോയി വന്നത്. വീട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോ പാമ്പിനെ കണ്ടു. നോർമലാ. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു എന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നില്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. എല്ലാ ദിവസവും കാണാം. പിന്നെ വീട്ടിലിങ്ങനെ കറക്റ്റ് ആയിട്ട് അവർക്ക് പാത്തൊക്കെ ഉണ്ട്, പോവാനുള്ള വഴിയൊക്കെ ഉണ്ട്. അവര് മൂവ് ചെയ്യുന്ന, ആരും നടക്കാത്തൊരു ഏരിയയിലൂടെയാണ് അവർ മൂവ് ചെയ്യുന്നത്. മറ്റാർക്കും ഉപദ്രവം ഇല്ലാണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നല്ല പാമ്പുണ്ട്, അല്ല വിഷമില്ലാത്ത പാമ്പുണ്ട്, വിഷമുള്ള പാമ്പുണ്ട് കേട്ടോ അവിടെ. വിറയല് വരും. ഏത് തരം പാമ്പിനെ കണ്ടാലും, ചെറിയൊരു പാമ്പിന്റെ രൂപത്തിനെ കണ്ടാൽ പോലും ശരീരമൊക്കെ വിറയ്ക്കും. അത്രയ്ക്ക് പേടിയാ. ഞങ്ങള് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പാമ്പ് എങ്ങനത്തെ, പാമ്പ് കടിയിട്ട് പാമ്പ് എങ്ങനെയാണ് നിൽക്കുന്നത്, പാമ്പിന്റെ കടി എങ്ങനെയാണ്, പാമ്പ് നോക്കിയിട്ടൊക്കെ ഞങ്ങൾ മനസ്സിലാക്കും. അത് വിഷമുള്ള പാമ്പ്, അത് വിഷമില്ലാത്ത പാമ്പാ. അവിടെ ഒരു മഞ്ഞച്ചേരി ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ അവിടെ, അത് സ്ഥിരമായിട്ട് ഉള്ളതാ. അപ്പൊ മഞ്ഞച്ചേരി വരുന്നത് തവളനെ പിടിക്കാനാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ വലിയ കുളമുണ്ട്. കുളത്തിൽ നിന്ന് തവളനെ പിടിച്ചിട്ട് അത് കരയിൽ ഇങ്ങനെ, ആ കരയിൽ കയറി അങ്ങനെ നടന്നു പോകും. അത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കും. പിന്നെ കുഞ്ഞി പാമ്പുണ്ട് വീടിന്റെ അടുത്ത്, ഈ കുളത്തില് ചെറിയൊരു പാമ്പ്. എന്ന് വെച്ചാല് നമ്മള് ഏത് സിനിമയിലാണ്, നീർക്കോലി മാം, നീർക്കോലി. അതല്ല, തലയൊക്കെ പൊക്കണ പാമ്പ, നീർക്കോലിയല്ല. അല്ല, മേബി നീർക്കോലി ആവാം. അങ്ങനത്തെ ഒരു പാമ്പുണ്ട്, അത് പാവാണ്. അത് എല്ലാ ദിവസവും വന്നിട്ട് ഇത് തലപൊക്കി അവിടെ കിടക്കും. അത് നമ്മൾ കാണുന്നുണ്ട്, കുളം വീടും അടുത്തൊക്കെ തന്നെയാ, ഇങ്ങനെ കാണാൻ പറ്റും. അത് ഉള്ളതാണ്, സ്ഥിരമായിട്ടുള്ളതാ. നമ്മളെ പോലെ തന്നെ ആ ഒരു ഏരിയയിലെ താമസക്കാരാണെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്താണ് മൂവ് ഓൺ ആണ്. അതുകൊണ്ട് പാമ്പിന് പേടിയില്ല. മാം എന്റെ പേടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണൂർ പാപ്പിനിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മാത്രമാണ് ഈ ആന്റിവെനം വാക്സിൻ ഉള്ളത്. കടിച്ചിട്ടുണ്ട്, അത്രയും ദൂരം എത്തുന്നതിന് മുമ്പ് ഉറപ്പായി മരിച്ചു പോകും മാം. ആ ഒരു പേടിയാണ്. പേടിച്ചു കഴിഞ്ഞാൽ വെനം, സോറി, പോയിസൺ ബോഡിയിലേക്ക് പെട്ടെന്ന് ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എനിക്ക് പേടി ഹൈറ്റ് ആണ് കേട്ടോ. ചെറുപ്പത്തില് ഞാൻ ബോളിങ് വീണ് ഇവിടെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, താടിയുടെ ഇവിടെ കുരിച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോ ഞാൻ 2.5 വയസ്സുള്ള സമയത്ത്, 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് വീണത്. പക്ഷെ എന്റെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മോളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ എപ്പോഴും പറയും, നീ മോളിൽ കയറി അത് മൊത്തമായിട്ട് ഇടിഞ്ഞു വീഴും, നീ ഇവിടെ നിൽക്ക്. പണ്ട് കുറച്ച് കുറുമ്പിയായിരുന്നേ, പണ്ടല്ലേ കുറച്ച് കുറുമ്പിയായിരുന്നു. ഈ ജനലിന്റെയൊക്കെ മുകളിൽ കയറാം, എന്തെങ്കിലുമൊക്കെ വലിച്ച് നിലത്തിടാ, അല്ലെങ്കിൽ മുകളിൽ കയറാം, അതൊക്കെ എന്റെ ഹോബി. അപ്പൊ അങ്ങനെ കയറിയിട്ട് പ്രാവശ്യം കിട്ടിയതാണ് ഈ സ്റ്റിച്ച്. അപ്പൊ എന്ത് ചെയ്തു, അമ്മ അപ്പം മുതൽ പറയാൻ തുടങ്ങി, മുകളിൽ കയറി ഇടിഞ്ഞോണ്ട് വീഴും, കൈകാലം പൊട്ടും, ചോര വരും. അപ്പൊ അന്ന് ഞാൻ കണ്ടല്ലോ, ചെറുപ്പത്തിൽ ആ ചോര കണ്ടല്ലോ. അപ്പൊ ഞാൻ ആ ഒരു പേടി, പൊട്ടോലോ വീടോലോ എന്നുള്ള പേടി കാര്യങ്ങളും കൊണ്ട് ചെറുപ്പം മുതൽ എനിക്ക് ഹൈറ്റ്, സ്റ്റെപ്പ് കയറാൻ, മുകളിലേക്ക് കയറാൻ ഭയങ്കര പേടിയാണ്. ഞാൻ വിചാരിച്ചു എന്റെ ആ പേടി ഓവർകം ചെയ്യാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പൊക്കെ കയറും, അത് ഓവർകം ചെയ്തു എന്ന് വിചാരിച്ച് നിൽക്കുന്ന നിമിഷം ആ ഒരു പേടി വീണ്ടും വന്നു. എന്നുവെച്ചാല് ഞാനൊരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നപ്പോ അവിടെ എന്തില്ല, ഈ കൈവരി ഇല്ല, നമ്മള് സ്റ്റെയറിൽ എന്ന് പറയൂലേ, സ്റ്റെയർ ഇങ്ങനെ പിടിച്ചു പോണത്, അതില്ലാത്തൊരു സ്റ്റെയർ കയറേണ്ട വന്നു. ദൈവമേ, പേടിച്ചിട്ടില്ലേ. മുകളിലെത്തിയത് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും കയറാൻ എനിക്ക് കിട്ടില്ല, അവിടെ വീണിട്ടുണ്ടാവും. അത്രയും പേടിയാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞ സാധനം അത്രയും പേടിയുള്ള ആളാണ് ഞാൻ. താഴത്തേക്ക് നോക്കില്ല, മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് നോക്കണമല്ല, അപ്പൊ തലകറങ്ങി വരും, തല കറങ്ങണ പോലെ തോന്നും. അതെന്റെ ഒരു ഏറ്റവും വലിയ പേടി. ഞാൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം അത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്, ഫിയർ ആണ്, ഫോബിയാണ്. ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓവർകം ചെയ്തു എന്ന് വിചാരിച്ച് നല്ല കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ആ ഒരു ഫിയർ വീണ്ടും എന്റെ മനസ്സിലുണ്ടല്ലോ എന്ന് എന്താ പറയാ എഴുന്നേറ്റ് വന്നത്. അങ്ങനെ ഒരു ഫിയർ ആണ് ഹൈറ്റ്.
ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അനിയത്തിക്കുള്ള ഫിയർ ആണ് ബ്ലഡ് കണ്ട തലർന്നു വീഴും. ആരെങ്കിലും ഉണ്ടോ ഇതിലെ കൂട്ടത്തില്? ബ്ലഡ് കണ്ട തലർന്നു വീഴുന്ന ആരെങ്കിലും ഇല്ല അല്ലെ? എന്റെ ഒരു കസിൻ ഉണ്ട് മാം, അവള് മാത്രം തല കറങ്ങി വീഴും. ശരി, എനിക്കും കഷ്ടമാണ്. കാരണം ഒരു പ്രാവശ്യം എന്റെ അനിയത്തി ബ്ലഡ് കണ്ട തലർന്നു വീഴുമല്ലോ. അപ്പൊ ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ കൈ മുറിഞ്ഞ് കഴിഞ്ഞപ്പോ അവളോട് ഞാൻ പറഞ്ഞു, ഒരു ക്ലോത്തോ കോട്ടനും കൊണ്ടോ ബോക്സിൽ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ എന്തെങ്കിലും മുറിഞ്ഞോ, ഒരു നോക്കട്ടെ, കൈ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്തോ ഒരു മുറിഞ്ഞു എന്ന് പറഞ്ഞു. കൈ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ കൈ നോക്കി കഴിഞ്ഞപ്പോ തൊട്ടപ്പുറത്ത് വീണ്, തലറങ്ങി വീണ്. എന്റെ കൈ മുറിഞ്ഞത് കണ്ടിട്ട് തലറങ്ങി അവള് വീണ്. ഈ മുറിഞ്ഞ കൈയും വെച്ച് ഞാൻ അവളെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. വെള്ളം എടുത്തൊഴിക്കണം, വെള്ളം കൊടുക്കണം, ഭയങ്കര പാടാണ് എന്നെക്കൊണ്ട്. എപ്പോ ചോര ഉണ്ടല്ലോ അപ്പൊ തലറങ്ങി വീഴും. ഇതേപോലെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വണ്ടിക്ക് പോവാണ്, 2 വീലറിന് ആള് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ അവള് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചപ്പോ വീല് മറിഞ്ഞ് അവള് വീണപ്പോ കൈ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് കൈ പൊട്ടി. അപ്പൊ ഫ്രണ്ടിൽ ഒരു ഓട്ടോ വന്ന് നിർത്തി. എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ആ ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും അവള് തലറങ്ങി വീണു. ഈ കൈമത്തെ ബ്ലഡ് കണ്ട് തലറങ്ങി വീണു. അപ്പോഴേക്കും എന്ത് ചെയ്തു, നാട്ടുകാരെ മൊത്തം ഈ ചേട്ടൻ വണ്ടി ഇടിച്ചിട്ടെന്നും പറഞ്ഞ ആ ചേട്ടൻ തല്ലാൻ പോയി. പിന്നെ അവള് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആ ചേട്ടനെല്ലാം ഞാൻ ബ്ലഡ് കണ്ടിട്ട് തലറങ്ങി വീണേന്നത് പറഞ്ഞത്. അല്ലെങ്കിൽ ആ ചേട്ടൻ ശരിക്കും തല്ലിട്ടിയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഈ ബ്ലഡ് കണ്ട് തലറങ്ങി വീണ് കഴിഞ്ഞാൽ ഒപ്പിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയാസ് നമ്മൾ കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പൊക്കാച്ച് വരും, പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ നമ്മൾ കുട്ടികളോട് നോർമലി പറയില്ലേ. അപ്പൊ അത് അവർക്ക് ആ ഇരുട്ടിനോടുള്ള ഭയം എന്ത് ചെയ്യും, കൊണ്ടുവരും. അതേപോലെ എന്താ പറയാ, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുട്ടീനെ എന്താണ് വെളിച്ചപ്പാടിനെ കണ്ടുകഴിഞ്ഞാൽ പേടിയാണ്. വെളിച്ചപ്പാടായിട്ടുള്ള ആളെ കണ്ടുകഴിഞ്ഞാൽ പേടിയാണ്. വേറെ റിലേറ്റീവാണ് വെളിച്ചൻ. എന്നാലും ആ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി കരച്ചില് നിർത്താണ്ട് കരഞ്ഞോണ്ടേയിരിക്കും. അപ്പൊ എന്താണ് ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെളിച്ചപ്പാടിന് കൊടുക്കും, അല്ലെ വെളിച്ചപ്പാട് കൊണ്ടുപോകും എന്ന് പറഞ്ഞാണ് ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അവന് ആ ഒരു ഭയം ചെറുപ്പം മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഫിയർ ഇങ്ങനെ വന്നത്. അപ്പൊ ആരാണ് കുട്ടികളിലേക്ക് ഈ ഭയം പാസ് ചെയ്യുന്നത്? മുതിർന്നവരാണ് പാസ് ചെയ്യുന്നത്. ഈ ഭയം ആരാ പാസ് ചെയ്യുന്നത്? മുതിർന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻജുറിയസോ ഹാർംഫുള്ളോ ഒന്നുമല്ല, പക്ഷെ നമ്മൾ അവരിലേക്ക് പാസ് ചെയ്യുന്ന ഭയം അവരുടെ മനസ്സിൽ അങ്ങനെ അവിടെ കിടക്കും. എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഇമാജിനേറ്റീവ് ആയിട്ട് കഥകൾ പറയും, നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ കഥകൾ പറയും. അപ്പൊ ഇങ്ങനെ കഥ പറയുന്ന ദിവസം മോള് രാത്രി കടന്ന് കരയും, ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കും. എന്നുവെച്ചാൽ അമ്മേനെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ പേടിച്ചിട്ടാണ് കരയണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഹസ്ബൻഡിനെ വാൺ ചെയ്തു, പക്ഷെ കഥ പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങൾ വല്ല പാട്ട് പാടി കൊടുത്തു. കാരണം എന്താണ്, ഇവള് രാത്രി കടന്ന് കരച്ചിലാണ്. കാരണം ഇവളി കേട്ട കഥ അവളുടെ മനസ്സിൽ കിടക്കാണ്. അവളെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് അവളെ എന്ത് ചെയ്യുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ചെയ്യുന്നതിലൂടെ അവൾക്ക് അത് ദോഷമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പിന്നെ കഥ പറയാത്ത ദിവസങ്ങൾ അവൾ കരയുന്നില്ല. മനസ്സിലായി. ഈ ഒരു ഫിയർ അല്ലെങ്കിൽ സ്റ്റോറീസ് ആ കുട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് നടന്നതാണ്. ഞാൻ വാൺ ചെയ്തു, വേണ്ട അങ്ങനെ കഥ പറയണ്ട. അത് കഥ കേട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ പേടിച്ചോ രാത്രി കാര്യം. ആ രീതിയിലാണ് കഥ പറയുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര ക്രിയേറ്റീവ് ഒക്കെ ആയിട്ട് കഥ പറയണം. നമുക്ക് തന്നെ പേടി തോന്നും. അപ്പൊ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഫിയർ എന്ന് പറയുന്നത് ആരാണ് കുട്ടിയിലേക്ക് പാസ് ചെയ്യുന്നത്? അഡൾട്ട് ആണ്. Adult may pass the fear or phobia to the child. മുതിർന്നവരാണ് കുട്ടിക്ക് ഫോബിയ അല്ലെങ്കിൽ ഫിയർ പാസ് ചെയ്യുന്നത്. ഓഫ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഇൻജുറിയസ് ഓർ ഹാർംഫുൾ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇൻജുറിയസോ ഹാർംഫുള്ളോ അല്ല, നമ്മള് ഉപദ്രവിക്കുകയോ ഒന്നുമില്ല. പക്ഷേ sometimes the adults tell the children story to scare them into doing something. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കേഴ്സ് ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഈ ഒരു ഭയം കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ എന്ത് ചെയ്യും, സേവ് ചെയ്തെടുക്കും. അവന് ആ ഭയം ചിലപ്പോൾ ട്രിഗർ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഹൈറ്റിനോടുള്ള ഭയം ശരിക്കും അമ്മയാണ് എനിക്ക് പാസ് ചെയ്തത്. കാരണം അമ്മ ഇങ്ങനെ പറയും, മുകളിൽ കയറിയ നീ വീടൂട്ടാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വീണതുകൊണ്ടായിരുന്നു തോന്നുന്നത്, എപ്പോഴും പറയും. അങ്ങനെ ആ ഹൈറ്റിനോടുള്ള ഭയം ഇപ്പൊ വരെ എന്തായാലും ഇപ്പൊ വരെയും എനിക്കുണ്ട്. സാധാരണ എല്ലാവരും ഈ നാച്ചുറൽ പ്രിസർവേഷൻ അല്ലെങ്കിൽ ഡേഞ്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. എവരിവൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാച്ചുറൽ പ്രിസർവേഷൻ ആൻഡ് അഗെയിൻസ്റ്റ് ഡേഞ്ചേഴ്സ്. നാച്ചുറൽ ആയിട്ടുള്ള ഡേഞ്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം.
എന്നാലും ഇങ്ങനെ സ്കേഴ്സ് ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ മുതിർന്നവര് അഡൽട്ട്ലി കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്ന ഭയം അവരുടെ ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോ അതെന്താണ്, അതാണ് ഫിയർ എന്ന് പറയുന്ന ഒരു ഡീവിയേഷൻ ആയിട്ട് മാറും. പിന്നെ അവർക്ക് രാത്രി പുറത്തിറങ്ങാൻ പേടിയായിരിക്കും. അങ്ങനത്തെ ഫോക്കസ് രാത്രി ആവുമ്പോൾ ഫോക്കസ് വന്ന് പിടിച്ചോണ്ട് പോകും. അപ്പോ ഇരുട്ട് കാണുമ്പോ ഭയം, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ ഭയം, അങ്ങനെയൊക്കെയുള്ള ഭയങ്ങളുണ്ട് ഇല്ലേ? ചിലവർക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, ലൈറ്റ് ഓഫ് ചെയ്തപ്പോ കരച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളിലേക്ക് പാരന്റ്സ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് എന്താണ് ഫിയറും കാര്യങ്ങളൊന്നും പാരന്റ്സ് പാസ് ചെയ്യാതിരിക്കാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതോടുകൂടി ടോപ്പിക് ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ലൈസ് എടുക്കാം. ലൈസ് എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പിക്, എനിക്ക് ഇഷ്ടമാണ്. അപ്പോ ലൈസ് എന്ന് പറയുന്നത് കുട്ടികൾ പറയുന്ന കള്ളങ്ങളാണ്. അതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എടുത്ത ടോപ്പിക് ക്ലിയർ ആയോ? എന്താണ് അറ്റാച്ച്മെന്റ്, പൊസസീവ്നെസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്? ക്ലിയർ ആയി മാം. ഓക്കെ, ക്ലിയർ ആയി മാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. ഇൻഫിനിറ്റി കോംപ്ലക്സ്, അറ്റാച്ച്മെന്റ്, പിന്നെ ഫിയറിന്റെ തുടക്കം മാം നന്നായിട്ട് പറഞ്ഞു തന്നു, മനസ്സിലായി. താങ്ക് യു മാം. താങ്ക് യു ഓൾ.